ദിവ്യ എസ് അയ്യറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് കരുതിയവർക്ക് തെറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന കെ രാജേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അഭിനന്ദന പോസ്റ്റിൽ ദിവ്യ എസ് അയ്യർ ചെയ്തത് ശരിയാണോ, സാമൂഹിക വിമർശനം ഉയരുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുണ്ട്. കേട്ടാൽ ദിവ്യ എസ് അയ്യർക്കും ആത്മവിശ്വാസം വരുന്ന മറുപടി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാജേഷിനെ അഭിനന്ദിച്ചതിന്റെ പേരിൽ ഈ IAS വലിയ മോശമായ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് കെ മുഖ്യമന്ത്രി പറയുന്നു. അതല്ലൊരു അങ്ങേയറ്റത്തെ അപക്വമായ മനസ്സുകളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഒരു ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. അവർ സാധാരണഗതിയിൽ അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത്. അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലല്ലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുള്ളത്. അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്നു എന്ന് ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു എടുത്താൽ പോരെ. അതിനെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം? ഈ വശമാണ് കാണുന്നത്. ഈ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നു. ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല, അവരുദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ മതി. ഉണ്ട് അതിൻ്റെ ഭാഗങ്ങൾ പിന്നെ അന്വേഷണത്തിലാണല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. അതും ഇതും രണ്ടാണ്. അത് കൃത്യമായി ചട്ടലംഘനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ്. അതിൻ്റെ ഭാഗമായി അന്വേഷണം നേടുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഇവരുടെ ഭാഗത്തുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. രാവിലെ മുതൽ ആ ഫേസ്ബുക്ക് പോസ്റ്റും പിടിച്ച് നാട്ടുകാരുടെ മുഴുവൻ പ്രതികരണമെടുത്ത് ദിവ്യ എസ് അയ്യർ ഇനി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാതിരിക്കാനും അവരെ നിശബ്ദമാക്കാനുമുള്ള പരിശ്രമം മാപ്രകൾ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. ശബരിനാഥനെ കൊണ്ടുപോലും പ്രതികരിപ്പിച്ചു. വീട്ടിൽ വന്നാൽ പറയാവുന്ന കാര്യം മാധ്യമങ്ങളിലൂടെ പറയിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമമാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ അവരെഴുതിയ കാര്യത്തിന് പോസിറ്റീവ് അപ്രോച്ചിലൂടെ തന്നെ പിന്തുണയുമായി രംഗത്തെത്തിയത്. അതിനെ പ്രശാന്ത് എന്ന മാപ്രകളുടെ കളക്ടർ ബ്രോയുമായി കൂടി ചേർത്ത് ഒന്ന് വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു നോക്കി. ഇതും കൂടി ചേർത്തിട്ട് ചട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിനൊക്കെ ഉജ്ജ്വലമായിട്ടുള്ള മറുപടി. രാവിലെ മുതൽ ചട്ടം മറികടന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നവർക്ക് വയറ് നിറഞ്ഞു കാണും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളത് മര്യാദയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ചോദ്യമായിട്ട് അങ്ങോട്ട് ഉന്നയിച്ച ഉടനെ ദിവ്യ എസ് അയ്യരെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായങ്ങൾ അതിലെല്ലാം ഉണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള സംതൃപ്തിയും അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തപൂർണമായി തന്നെ ചെയ്യുന്നതിലുള്ള സംതൃപ്തിയും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ട്. ഒരു IAS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രവർത്തനത്തിൽ എത്രമാത്രം മുഖ്യമന്ത്രി സംതൃപ്തനാണെന്ന് ആ പിന്തുണച്ച വാചകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിന്റെ പേരിൽ അങ്ങ് വേട്ടയാടി കളയാമെന്ന് കരുതുന്നവർ സ്റ്റാൻഡ് വിട്ട് പൊയ്ക്കോളൂ. അവർ പറഞ്ഞ വാചകങ്ങളെ തള്ളിപ്പറയാനൊന്നും സർക്കാർ തയ്യാറല്ല. അതിൽ ചട്ടവിരുദ്ധമായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം പറഞ്ഞ് ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചരേ എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയിലൂടെ തെളിഞ്ഞത്.